നോക്കാം. ഇത് കണ്ണൂർക്കാരുടെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി ആദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കണം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അരി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ അരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 1 കപ്പ് പച്ചരി എടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു മുട്ട വേണം. ആദ്യം പച്ചരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ചരി കുറച്ച് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മുട്ടയും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ മുട്ടയും ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ആവും. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ നല്ല എരിവുള്ള 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം. മല്ലിയില ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരിഞ്ചീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടൈപ്പ് ജീരകത്തിനെയാണ് പെരിഞ്ചീരകം എന്ന് പറയുന്നത്. അതും ഞാനിവിടെ ഒരു 2 നുള്ളി എടുത്തിട്ടുണ്ട്. സാധാരണ മുട്ട സുറുക്കി ഉണ്ടാക്കുമ്പോൾ അരിയും പിന്നെ മുട്ടയും കൂടിയും ചേർത്തിട്ടാണ് മുട്ട സുറുക്കി ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇതേപോലെ സവോളയും പച്ചമുളകും മല്ലിയും പെരിഞ്ചീരകവും സാധാരണ ചേർക്കാറില്ല. പക്ഷെ ഇതുകൂടിയും ചേർത്തിട്ട് നമ്മൾ മുട്ട സുറുക്കി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മുട്ട സുറുക്കിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതേന് മുട്ട സുറുക്കി ആക്കാന്ന്. ഈ മുട്ട സുറുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പച്ചരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് പച്ചരി ചേർക്കുക. ഈ പച്ചരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. പച്ചരി ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഇതേപോലെ ജസ്റ്റ് അരി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സ് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ വെള്ളം കൂടിപ്പോവും. ഇത് നമ്മൾ ഓയിലിലേക്ക് കോരി ഒഴിച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും വരില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും അറിയണില്ലെങ്കിൽ മാത്രം രണ്ടാമതും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബാറ്റർ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കുക. മുട്ടയും കൂടിയും ചേർത്ത് കഴിയുമ്പോൾ ഈ ബാറ്റർ ഒന്നും കൂടി വെള്ളം പോലെ ആവും. നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ചേർക്കരുത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ മുട്ട ചേർത്തിട്ടും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർക്കാം. അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് സവോള കട്ട് ചെയ്തത് ചേർക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. പെരിഞ്ചീരകം ചേർക്കാം. പെരിഞ്ചീരകം ഒരു 2 നുള്ളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ഉപ്പ് ചേർത്താൽ മതി. ആദ്യം തന്നെ നിങ്ങൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ മുട്ട സുറുക്കി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അല്ലെങ്കിൽ ഈ ബാറ്റർ മിക്സ് ചെയ്ത വഴിക്ക് തന്നെ ഉണ്ടാക്കാം. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മുട്ട സുറുക്കി ഉണ്ടാക്കാം. ഇപ്പോൾ മുട്ട സുറുക്ക ഉണ്ടാക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായിട്ട് മാത്രം ഇതിലേക്ക് ഓരോ വലിയ സ്പൂണിൽ ഓരോ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ നന്നായിട്ട് പൊന്തി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ കുറച്ച് വയ്ക്കുക. അത് നന്നായിട്ട് പൊന്തി വന്നു കഴിഞ്ഞിട്ട് മാത്രം തീ കുറച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് ശരിക്കും ഇങ്ങനെ പൊന്തി വരില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും മുരിങ്ങ കിട്ടില്ല. ഇത് മറ്റേ സൈഡും തിരിച്ചിടാം.
ഇത് രണ്ട് സൈഡും ഈ ഓയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. അത് നമ്മൾ എന്ത് സാധനം നമ്മൾ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഓയിൽ നന്നായിട്ട് ചൂടായാൽ മാത്രമേ നമ്മൾ വറുത്തെടുക്കുന്ന സാധനം നന്നായിട്ട് പൊന്തി വരുള്ളൂ. ആ ഓയിലിൻ്റെ ചൂട് കൊണ്ടാണ് അത് പൊന്തണത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരണം. എന്നിട്ട് ഇങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കുക. ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. നിങ്ങൾ ഇതിലേക്ക് ഓരോ പ്രാവശ്യം ബാറ്റർ ഒഴിക്കുമ്പോഴും ബാറ്റർ അടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് മുട്ട സുർക്കയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ മുട്ട സുർക്ക റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഈ ബാറ്റർ വെച്ചിട്ട് 7 മുട്ട സുർക്കയാണ് ഉണ്ടാക്കിയത്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. കാരണം എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പലഹാരമാണിത്. ഇതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്താലും നമ്മളിത് കഴിക്കുമ്പോൾ നമുക്കത് തോന്നും, ഇതിന് എങ്ങനെ ഇത്രയ്ക്ക് അധികം ടേസ്റ്റ് തോന്നിയത് ഈ പലഹാരത്തിന്. ശരിക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇത് ചൂടോട് കൂടിയിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കറി കൂട്ടിയിട്ടും കഴിക്കാം. ഞാൻ യൂട്യൂബിൽ ഒരു റോയൽ ചിക്കൻ കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചിക്കൻ കറി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ മിയ കിച്ചൻ റോയൽ ചിക്കൻ കറി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല സോഫ്റ്റായിട്ടായിരിക്കും അത്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.